ഹലോ, നമ്മൾ ഓണം കളക്ഷൻസിനകത്ത് കുറേ സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇട്ടിട്ടില്ല. ഇത് വന്ന സമയത്ത് എക്സൈറ്റ്മെൻറ്റ് കാരണം പെട്ടെന്ന് തന്നെ ഇടുവാണ്. ഞാൻ പ്രൈസൊക്കെ സാവധാനം എല്ലാത്തിൻ്റെ ഇടാം കേട്ടോ. പേജിലിടാമേ. ഇവിടെ പേജിൻ്റെ പേര് പറഞ്ഞു നോക്കേണ്ട രുക്ര ക്രിയേഷൻസ് ബൈ പെയ്താ വരുന്നതാണ് ഫേസ്ബുക്ക് പേജിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ആദ്യം തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് സാരീസ് കാണാം. നിങ്ങളെല്ലാവരും കാണാം, മിക്ക പേജുകളിലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ്. ഞാൻ ഇതുവരെ ഇത് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു, പക്ഷേ കുറച്ച് എൻക്വയറീസ് വന്നതുകൊണ്ട് കൊണ്ടുവന്നതാണ്. ഒന്ന് കോഫി ബ്രൗൺ കളറിലെ കാഞ്ചി കോട്ടൺ സാരിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡിലെ ബോർഡർ ഇങ്ങനെ വരും, നല്ല വീതിയുള്ള ബോർഡറാണ്. മറു സൈഡിലെ ബോർഡർ ഇങ്ങനെ വീതി കുറവാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്രീനി വന്നിരിക്കുന്നത് സെയിം തന്നെ ഒരു നല്ലൊരു പച്ച കളറാണ്. ഇത് കാണുന്നത് അത്രയും ബ്രൈറ്റ് അല്ല, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡാണ്. വീതിയുള്ള ബോർഡർ, പിന്നെ വരുന്നത് വീതി കുറഞ്ഞ ബോർഡർ. നല്ല ഭംഗിയുള്ള സാരീസാണ്. രണ്ട് സാരീസ്, ഒന്ന് കോഫി ബ്രൗണ്, ഒന്ന് ഗ്രീൻ ഷെയ്ഡ് കാഞ്ചി കോട്ടൺ സാരിയാണേ. അപ്പം അടുത്തത് വന്നിരിക്കുന്നത് സുംഗടി സാരീസ് ആണ്. സുംഗടി സാരീസിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന സമയത്തും. സുംഗടി സാരീസിനകത്ത് ഓൾറെഡി ഒരു നാച്ചുറൽ പ്രോസസ് ഡൈയിങ് മെത്തേഡിൽ കൂടെ ചെയ്യുന്നത്, എന്നിട്ട് നിലത്ത് വിരിച്ചിട്ട് സൂര്യപ്രകാശത്ത് ഉണക്കിയെടുക്കുന്ന സാരികളാണ്. അപ്പോൾ അതിൽ മഡ് കാണും, സ്റ്റെയിൻ കാണും. ഡൈയിങ് പ്രോസസ്സിനകത്ത് ഡൈ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്നിരിക്കുന്നതാണ്. മഡും ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വാഷ് തന്നെ പോകും. സൂക്ഷിച്ചൊരു അതൊക്കെ ഏർക്കാട് വെക്കുന്നുണ്ട് ഞാൻ, സൂക്ഷിച്ച് ചെയ്താൽ മതി. പക്ഷേ സ്റ്റെയിനും ചിലയിടത്ത് ഡൈയും ഒക്കെ ഇരിക്കുന്നത് വളരെ കോമൺ ആയിട്ട് സുഗടി സാരീസ് കാണുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നപ്പോൾ ഡാമേജ് ആണെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സുഗടി സാരീസ് കാണിക്കാം. സുഗടി സാരി അല്ലാത്ത സാരീസും കൊണ്ടുവന്നിട്ടുണ്ട്, അതും കാണാം നമുക്ക്. ഇത് വൈറ്റും റെഡും ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ചില്ലി റെഡ് കളറാണ് വന്നിരിക്കുന്നത്. ഈ താഴമ്പൂ ഹിബിസ്കസ് ബോർഡറാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ബോർഡർ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ടെമ്പിൾ ബോർഡർ അല്ല, ശരിക്കും ഇതിൻ്റെ താഴമ്പൂ ബോർഡർ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ ഹിബിസ്കസും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. വൈറ്റ് സെറി ചെക്സ് ആണ് വന്നിരിക്കുന്നത്. സുഗടി സാരീസ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെയാണ് ബോർഡർ വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരുന്നത്. ഇത് ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. വൈറ്റിൻ്റെ വേറൊരു കോമ്പിനേഷൻ ഉണ്ടെന്ന് ആദ്യത്തെ കാണിക്കാം. അടുത്തത് ഇതുപോലെ തന്നെ ഞാൻ ഇതുവരെ കൊണ്ടുവരാത്തൊരു ബോർഡറാണ്. ഇത് ഹോഴ്സും ഇതൊക്കെ വന്നിരിക്കുന്ന ബോർഡറാണ്. നല്ല ഭംഗിയുള്ളൊരു ബോർഡറാണ്. ബ്ലാക്കും വൈറ്റും ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഓണത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സാരിയാണ്. ഇതും വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. ഇത് 120 കൗണ്ട് അല്ല, 100 കൗണ്ടാണ് ഈ സാരീസ്. അടുത്തത് കാണാമേ. അടുത്തൊരു എവർഗ്രീൻ കോമ്പിനേഷനാണ്. നല്ല ഗ്രീൻ കളറ്, ഗ്രീനിൽ നേവി ബ്ലൂ ബോർഡറാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. എലിഫന്റ് ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഫസ്റ്റ് ആണ് കളർ കോമ്പിനേഷൻ കൊണ്ടുവരുന്നത്, ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് വളരെ ഹിറ്റായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അടുത്തത് കാണാമേ. നെക്സ്റ്റ് സീ ഗ്രീൻ പോലെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് വീഡിയോയ്ക്ക് കാണുന്നതിനേക്കാൾ കളറിൽ സ്ലൈറ്റ് ഡിഫറൻസ് കാണും. ഇതുപോലെ തന്നെ നല്ല ബോർഡർ വന്നിട്ടുണ്ട്. അടുത്തത് കാണാം. സുമിലയുടെ ഞാൻ ഇതുവരെ കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് ഇത്. വൈരോസി എന്നതിൻ്റെ പേര് പറയുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇത് നമ്മൾ ആ കോട്ടൺ സാരീസിനകത്ത് തന്നെ ഇത് നമ്മളൊരു ഒരു സെറീസ് പോലെ പോയിട്ടുണ്ട്, ചെറിയ ലൈൻസ്. അപ്പോൾ ഒരു ഗോൾഡൻ ഷൈനിങ് ഉണ്ട് വരുന്നുണ്ട് അതിന്. കോട്ടൺ തന്നെ. ഇതിന് വരുന്ന ബോർഡർ ഇങ്ങനെയാണ്. ഒരു കോഫി ബ്രൗണും മെറൂണും ചേർന്നൊരു കളറാണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെയാണേ. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു സാരിയാണ്. ഒരു ചിക്കു കളർ എന്നൊക്കെ അല്ല, ചിക്കു കളർ എന്ന് പറയാം എനിക്ക് തോന്നുന്നു. കളർ കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും ഇത് കാണുന്നത്. നല്ല ഭംഗിയുള്ള, ഞാൻ കൊണ്ടുവരാത്ത ഒരു സാരിയാണ് ഇത്. അടുത്തത് കാണാം. ഇത് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ളൊരു ബോർഡർ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. സിമ്പിളായിട്ടുള്ള സാരീസൊക്കെ മതി. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ, ഞാനൊരു ഭയങ്കര ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ ബ്ലാക്ക് സാരിയായിട്ട് പ്രത്യേക ഇഷ്ടമുണ്ട് മനസ്സിലാതെ. ഈ സാരി നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഇതിന് നമ്മുടെ കയ്യിലും കുറേ ബ്ലൗസ് പീസസ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇത് ചേരുന്ന ഏത് വേണമെങ്കിലും പെയർ ചെയ്യാവുന്ന ബ്ലൗസ് പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനകത്ത് വാട്സാപ്പ് നമ്പർ കൊടുക്കാം. വാട്സാപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത്. ഞാൻ ഉടുത്ത സാരിയെ പറ്റി ഒരു വാക്ക് പറയട്ടെ. ഞാൻ ഈ സാരി കൊണ്ടുവന്നപ്പം എനിക്ക് ഇവൻ്റെ അയച്ച ഫോട്ടോയേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാരിയായിരുന്നു ഈ സാരിയെ. ഈ സാരി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7-8 മാസമായി ഞാൻ ഈ സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഈ സെയിലും ഈ സാരി കൊണ്ടുവന്നായിരുന്നേ. എനിക്ക് വെൻഡർ അയച്ച ഫോട്ടോയേക്കാൾ ഈ സാരി കിട്ടിയ സമയത്ത് സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ സാരി കൈ കിട്ടിയ സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ആരായിരിക്കും വാങ്ങിക്കുന്നത്, ആരുടുത്താലും ഭംഗിയായിരിക്കുമല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാരി. പക്ഷേ എത്ര സെയിലിൽ പോലും ഇട്ടിട്ടും ഈ സാരി സോൾഡ് ആയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ വെച്ചിരുന്ന സാരി ആയിരുന്നു തോന്നുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ്. ഈ സാരിയുടെ ബോർഡർ ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത്. ചെട്ടിനാട് കോട്ടൺ സാരിയാണ്. അപ്പോൾ അതിനെ പെയർ ചെയ്ത് എടുത്തിരിക്കുന്നത് നമ്മുടെ തന്നെ ആൻറ്റി ടാർണിഷ് ജ്വല്ലറിയിലെ ഒരു ഡബിൾ ലെയർ മാലയാണ് വന്നിരിക്കുന്നത്. ഒരു സൈഡിൽ ചെയിനിങ്ങിനെ, ഒരു സൈഡിൽ ചെറിയൊരു ബീഡ്, ക്യൂട്ടായിട്ടുള്ളൊരു ഇതാണ് ആൻറ്റി ടാർണിഷ് മാലയാണ്. ഇതിനോട് പേര് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ
ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൂടെ പറയണേ, ഇഷ്ടപ്പെട്ടത് പറയണേ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിത് കൊടുത്തിരിക്കുന്ന സാരീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യാം, കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓണ സമയമാണ്, നല്ല തിരക്കാണ്. അത് കാരണം മെസ്സേജസിന് റിപ്ലൈ കിട്ടിയില്ലെങ്കിലും താമസിച്ചാലും ഒന്നും വിചാരിക്കരുത്. എത്രയും പെട്ടെന്ന് എല്ലാ മെസ്സേജസിനും റിപ്ലൈ തരാം. ഇത് ഞാൻ ആദ്യം താമസിച്ചതിന് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ, ധൃതി കാരണം പെട്ടെന്ന് ഇട്ടുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇട്ടിട്ടില്ല പേജിൽ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.